മഹാലക്ഷ്മി സീരിയലിലെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ആണുങ്ങളായ ഉണ്ണിയേട്ടനും അതുപോലെ എൻ്റെ അച്ഛനും മേഘേട്ടനും അമ്മാവനെല്ലാം ശ്രമിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് ഞാനും എൻ്റെ മുത്തശ്ശിയും കൂടെ നടത്താൻ പോകുന്നതെന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന ഉണ്ണി പറയുന്നുണ്ട്, കരുണയെ വളരെയേറെ ശ്രദ്ധിക്കണം. അവർക്ക് വേണ്ടി ഓരോ കെണി ഒരുക്കുമ്പോഴും അത് നമുക്ക് തന്നെയാണ് തിരിച്ചടി കിട്ടാറുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണമെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇത് എന്തായാലും നടന്നിരിക്കും ഉണ്ണിയേട്ടാ. അവൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ തലപ്പത്ത് ഉണ്ണിയേട്ടനായിരിക്കും, അവളുടെ സ്ഥാനത്ത് ഞാനും. പിന്നീട് ഈ കമ്പനിയും വീടും എല്ലാം ഭരിക്കുന്നത് നമ്മൾ രണ്ടുപേരും കൂടിയായിരിക്കും ഉണ്ണിയേട്ട എന്നെല്ലാം പറഞ്ഞ് വളരെയേറെ സന്തോഷിക്കുകയാണ് കരുണ. അതിനു മുൻപ് തന്നെ അവൾ പോയതിൻ്റെ പിന്നാലെ തന്നെ നമുക്ക് അയാളെയും കൂടെ അങ്ങോട്ട് പറഞ്ഞയക്കാം ഉണ്ണിയേട്ട, പിന്നെന്താ പ്രശ്നം എന്നെല്ലാം കരുണ പറയുന്നുണ്ട്. കരുണ ഈ കാര്യങ്ങളെല്ലാം ഉണ്ണിയോട് പറയുന്നുണ്ടെങ്കിൽ ഉണ്ണിയുടെ മനസ്സിൽ ഒരു വലിയൊരു ഭയമാണ് തോന്നുന്നത്. കരുണയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ള പേടിയും ഉണ്ണിക്കുണ്ട്. പിന്നീട് മഹാലക്ഷ്മി ആണെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് ഭഗവതിക്ക് മുന്നിൽ നിന്ന് കണ്ണേട്ടൻ്റെ ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾക്കെല്ലാം നന്ദി പറയുകയൊക്കെ ചെയ്യുന്നു. പിന്നീട് മോഹിനിയുടെ പിറന്നാൾ ദിവസത്തിൽ കൊടുക്കേണ്ട അന്നദാനത്തിൻ്റെയും വഴിപാടിൻ്റെയും ഏർപ്പാടുകളെല്ലാം മഹാലക്ഷ്മി ചെയ്യുന്നുണ്ട്. ആ സമയം അപ്രതീക്ഷിതമായി തന്നെ ആ ദിവ്യശക്തിയുള്ള അമ്മയെ മഹാലക്ഷ്മി കാണുന്നു. അമ്മയെ കാണുന്നതോടെ മഹാലക്ഷ്മി വളരെ സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയോടായിട്ട് പോയി പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 2 കാലുകൾക്കും ചലനശേഷി കിട്ടുകയും നല്ല മാറ്റം സംഭവിച്ചു. അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അമ്മയെന്നെല്ലാം പറയുന്നുണ്ട്. അധികം താമസിയാതെ തന്നെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുമെന്നാണ് വൈദ്യനും ഉറപ്പ് പറഞ്ഞിരിക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അമ്മ അറിയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കാര്യം കൂടി സൂക്ഷിക്കണം, നിങ്ങളുടെ ആപത്തുകളൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. നിങ്ങൾ വളരെ കരുതലോടുകൂടി തന്നെ വേണം മുന്നോട്ട് പോകാനെന്നും അമ്മ സൂചിപ്പിക്കുന്നുണ്ട്. മഹാലക്ഷ്മി പറയുന്നുണ്ട്, അതെനിക്ക് അറിയാം അമ്മേ, അതുകൊണ്ട് തന്നെ ഇത്രയും മാറ്റം കണ്ണേറ്റിലുണ്ടായിട്ട് ഞങ്ങളിത് ആരോടും പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു. മഹാലക്ഷ്മിയുടെ മുഖം കണ്ടിട്ട് അമ്മ പറയുന്നുണ്ട്, ഇന്ന് വളരെ സന്തോഷത്തിലാണല്ലോ മോളെന്ന് ചോദിക്കുന്നു. അതെ അമ്മേ, എൻ്റെ അമ്മയുടെ പിറന്നാൾ വരികയാണ് ഇനി വരുന്ന 18-ാം തീയതി. അതുകൊണ്ട് അന്നേ ദിവസം ഞാനും കണ്ണേട്ടനും അമ്മയുടെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു സന്തോഷ നിമിഷങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് നന്നായി തന്നെ ആഘോഷിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെല്ലാം മഹാലക്ഷ്മി പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, മോളെ വളരെയേറെ സൂക്ഷിക്കണം. ഒരാപത്ത് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ പേടിക്കേണ്ട, ഈശ്വരാനുഗ്രഹം കൊണ്ട് മോൾക്കും മോളുടെ കണ്ണേട്ടനും ഒരു ആപത്തും സംഭവിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ആ അമ്മ അവിടെ നിന്ന് പോവുകയാണ്. എന്നാലും മഹാലക്ഷ്മിയുടെ മനസ്സിൽ ഒരു വല്ലാത്ത ആദിയാവുകയാണ്. അമ്മ എന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയതെന്നെല്ലാം ആലോചിച്ചിട്ട് പിന്നീട് മോഹിനിയുടെ പിറന്നാൾ ദിവസം അങ്ങനെ എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ തറവാട്ടിലേക്ക് എത്തുന്നു. അങ്ങനെ പിറന്നാൾ നല്ല ഗംഭീരമായി ആഘോഷിക്കുന്ന ഇടയിൽ തന്നെയാണ് പായസത്തിൽ ഒരു വിഷക്കൂട്ട് കലക്കി മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ മുത്തശ്ശിയും കരുണയും തീരുമാനിക്കുന്നുണ്ട്. അവിടെയും ദൈവീയ കടാക്ഷം കൊണ്ട് മഹാലക്ഷ്മിക്ക് കൊടുത്ത വിഷപ്പായസം കുടിക്കുന്നത് കരുണ തന്നെയാണ്. മഹാലക്ഷ്മി അവിടെ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. നല്ലൊരു തിരിച്ചടി തന്നെയാണ് കരുണയ്ക്ക് കിട്ടിയത്. വൈദ്യൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും കരുണയിലാണ് കാണുന്നത്. ഇത് കാണുന്നതോടെ മുത്തശ്ശി വല്ലാണ്ട് ഭയക്കുന്നുണ്ട്. അങ്ങനെ വിഷം ഉള്ളിൽ ചെന്ന കരുണയുടെ കുഞ്ഞും നഷ്ടപ്പെടുന്നു. ഇതോടുകൂടി അഹങ്കാരത്തിനുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ് നമ്മുടെ കരുണയ്ക്ക് കിട്ടുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയുടെ മുന്നിൽ വീണ്ടും മുത്തശ്ശിയും കരുണയും എല്ലാം തന്നെ പരാജയപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.